എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹർഷിനിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഒരു കാലയളവിൻ്റെ ഇടവേള ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളം വരുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും യൂട്യൂബിലേക്ക് സജീവമാകാം എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ ഏറ്റവും നല്ല ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒക്കെ തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. എന്നാൽ വളരെ അത്ര വലിയ സന്തോഷത്തിലും ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള സന്തോഷത്തിലും ആവേശത്തിലും ഒന്നുമല്ല ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ കൂട്ടി നിശ്ചയിച്ചത് കൊണ്ട് മാത്രം ഞാനിന്ന് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം ഇന്ന് നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ എയർപ്ലെയിൻ ക്രാഷ് തന്നെയാണ്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 എന്ന് പറയുന്ന വിമാനം ജൂൺ 12-ാം തീയതി ഇന്ത്യൻ സമയം 1:38 അതിദാരുണമായിട്ട് തകർന്നു വീഴുകയും അതിൽ യാത്ര ചെയ്തിരുന്ന 230 യാത്രികരും 12 ക്രൂവും ഉൾപ്പെടെ 241 പേർ, ഒരാൾ മാത്രം ദൈവത്തിൻ്റെ അതികാരുണ്യം കൊണ്ട് രക്ഷപ്പെടുകയും മറ്റുള്ളവർ എങ്ങനെയോ അതിലേക്ക് തങ്ങളുടെ ജീവിതം നശിക്കുവാൻ അല്ലെങ്കിൽ ഹോമിക്കുവാനായിട്ട് വിധിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്തെല്ലാം സ്വപ്നങ്ങളോടുകൂടി എന്തെല്ലാം മോഹങ്ങളോടുകൂടി ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ നിന്ന് മറു യാത്രയിലേക്ക് യാത്ര ചെയ്തവരാണ് അവരെല്ലാം. അതിലെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഡോക്ടർ പ്രതീക് ജോഷി എന്ന് പറയുന്ന ഒരു യാത്രികനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉൾപ്പെടെ ഭാര്യയും 3 മക്കളും ഉൾപ്പെടെ 5 പേരും പരിപൂർണമായും ആ കുടുംബത്തെ നാമാവശേഷമാക്കിക്കൊണ്ട് മരണത്തിലേക്ക് പോയതാണ്. വളരെ വേദനയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ആ വേദനയിലൂടെയും ഞാൻ ഉൾക്കൊണ്ട മറ്റൊരു സത്യം എന്തെന്ന് വെച്ചാൽ ദാനം നൽകിയതാണ് ഈ ജീവിതം എന്ന് തന്നെയാണ്. പലപ്പോഴും വിമാനയാത്രകൾ പലപ്പോഴും ചെയ്യുന്ന ഞാൻ ഇത്തരമൊരു അപകടത്തിൽ പെട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരു നിമിഷം തികച്ചും ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമാണ്. ദാനം കിട്ടിയ ഈ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു പോകാമെന്നത് ആ നിമിഷത്തിൽ ശരിക്കും ഞാൻ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യജന്മം അത്രമാത്രം വിലപ്പെട്ടത് തന്നെയാണ്. മനുഷ്യനായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മകളിലൂടെ കടന്നുപോയി നമ്മുടെ അറിവും നമുക്ക് നൽകിയ ആരോഗ്യവും നമുക്ക് നൽകിയ അവസരങ്ങളും ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് നമ്മളെന്നതാണ് ഈ ഇത്തരത്തിലൂടെ നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ ദുരന്തങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ചില മനുഷ്യർക്കത് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. നിരവധി കാരണങ്ങൾ നമുക്ക് പറയാമെങ്കിലും അതിൽ ഞാനിന്ന് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനഃശാസ്ത്രപരമായ കാര്യം തന്നെയാണ്. ചിന്തകളുടെ ഭാരങ്ങളാൽ ജീവിക്കപ്പെടാൻ വിധിക്കപ്പെടുന്ന മനുഷ്യൻ എപ്പോഴും ചിന്തകൾ മാത്രം. അതും എങ്ങനത്തെ ചിന്തകളാണ്? നെഗറ്റീവ് ചിന്തകൾ മാത്രം. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രപരമായ കാര്യങ്ങളെയും അതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രപരമായ അസുഖങ്ങളെയും നമുക്ക് തിരിച്ചറിയുവാനായിട്ടാണ് ഈ വീഡിയോ അതിലൂടെയും തുടർന്ന് വരുന്ന ചില വീഡിയോസിലൂടെയും ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിന്തകൾ. എനിക്കും നിങ്ങൾക്കും എല്ലാം ചിന്തകളുണ്ട്. നമ്മളെല്ലാം ചിന്തകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. ചിന്തകളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ എങ്ങനെ മുന്നിലോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അടുത്തടുത്ത കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പല ചിന്തകളിലൂടെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അതിനകത്ത് നിരവധി പോസിറ്റീവ് ചിന്തകളുണ്ടാകാം, കുറച്ചൊക്കെ നെഗറ്റീവ് ചിന്തകളുണ്ടാകാം. അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട് നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ, നമുക്ക് നല്ല രീതിക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാമെന്ന് നമ്മൾ മുന്നിലേക്ക് നീങ്ങും. പക്ഷേ ചില മനുഷ്യർക്കത് സാധിക്കുന്നില്ല. എപ്പോഴും ഒരു ചിന്തയിൽ തന്നെ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു റീപ്ലേ മോഡിലായിരിക്കും. ചിന്തിച്ചത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകണമെന്നില്ല.
പാസ്റ്റായിരിക്കാം, ഫ്യൂച്ചറായിരിക്കാം. പാസ്റ്റിലെ തന്നെ ചില നഷ്ടബോധങ്ങളായിരിക്കാം, പരാജയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ പാസ്റ്റിലുണ്ടായ ചില നേട്ടങ്ങൾ പിടിച്ചുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പരാജയങ്ങളെ പറ്റിയിട്ടായിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ ഒന്നും നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനോഹരമായ ഈ മനുഷ്യജന്മത്തെ അതിമനോഹരമായി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിലോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ മന്ത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്താണ്? വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കുക എന്നത്. പ്രസൻറ്റ് ലൈഫ്, പ്രസൻറ്റ് ടെൻസ്, അതിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വ്യക്തികൾക്കത് സാധിക്കില്ല. ഒന്നുകിൽ പാസ്റ്റിൽ മാത്രമായിരിക്കും ചിലർ നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞ കാരണങ്ങളായിരിക്കാം. ചിലർ എങ്ങനെയായിരിക്കാം? ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളായിരിക്കാം. അത് ചിലപ്പോൾ ആരോഗ്യമാകാം, സാമ്പത്തികമാകാം, ജോലിയാകാം, അല്ലെങ്കിൽ അവനവൻ്റെ പ്രസ്റ്റീജുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാകാം, ആരോഗ്യ പ്രശ്നമാകാം, മരണത്തെക്കുറിച്ചിട്ടാകാം, കഷ്ടപ്പെട്ട് മരിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം ഉണ്ടാകുന്നത്. ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന മാത്രയിൽ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, ധാരാളം ഉപദേശങ്ങൾ നൽകും. ധാരാളം ഉപദേശങ്ങൾ ഘോരമായിട്ട് പ്രസംഗിക്കും. അങ്ങനെ ചിന്തിച്ചുകൂടെ, എന്നാൽ പിന്നെ ഇതിനെ ഇങ്ങനെ ചിന്തിച്ചുകൂടെ, ഇങ്ങനെ നോക്കൂ, ആ വ്യക്തിയെ നോക്കൂ, അത് നോക്കൂ, ഇത് നോക്കൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ഇതൊക്കെ നമുക്ക് പറയുന്നതിന് കുഴപ്പങ്ങളില്ല, പറയുകയും ചെയ്യാം. അതിനകത്ത് കേൾക്കുന്ന വ്യക്തി ഉൾക്കൊള്ളണമോ എന്നത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ മനഃശാസ്ത്രപരമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടതെന്ന് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ നിങ്ങളോട് ഞാൻ എടുത്തു പറയാം. ഒന്ന് ഭയമാണ്. ഭയമെന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല വേഴ്സ്റ്റ് സിനാരിയോ, അതായത് അങ്ങേയറ്റമായിരിക്കും ചിന്തിക്കുന്നത്. ഒരു പ്രശ്നം വരുന്നതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ ചിന്തിച്ച് അതിനെ ഭയപ്പെടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട സെൽഫ് എസ്റ്റീം ആയിരിക്കും, ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ എന്താണ്? അവനവനെക്കുറിച്ച്, നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധമുണ്ടായിരിക്കണം, അല്ലേ? ആ ബോധം എന്ന് പറയുന്നത് വളരെ 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 താഴെയായിരിക്കും. ആ ബോധത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് എത്ര പോസിറ്റീവ്സ് ഉണ്ട്, എത്ര നെഗറ്റീവ്സ് ഉണ്ട്, നമ്മുടെ പോസിറ്റീവ്സിനെ എങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കാം, നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ നെഗറ്റീവ്സിനെ നമുക്ക് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അതിന് വേണ്ടുന്ന പ്രായോഗിക മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് നമ്മുടെ നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ദേഷ്യമോ സങ്കടമോ ഒന്നും നമുക്ക് വരില്ല. അതിനേക്കാളുപരി ആ നെഗറ്റീവിനെ എങ്ങനെയാണ് നമുക്ക് കുറച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും തികച്ചും ആരോഗ്യവാനായി, എങ്ങനെ മനഃശാസ്ത്രപരമായി മാനസികമായി ആരോഗ്യമുള്ള ഒരു വ്യക്തി ചെയ്യുന്നത്. പക്ഷേ ഇത്തരം വ്യക്തികൾക്ക് അതുണ്ടാവില്ല. വളരെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അവനവനിൽ അവർ ഉണ്ടാക്കിയെടുത്ത അവബോധങ്ങൾ, ആ അവബോധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ഷൻസ്. ഒരു ജീവിതത്തെക്കുറിച്ചോ, ജീവിതത്തിൻ്റെ വിജയത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ മനുഷ്യജന്മത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചോ, ഇങ്ങനെയുള്ള ഏത് കാര്യത്തെക്കുറിച്ചോ ഒക്കെ അവരുണ്ടാക്കിയെടുക്കുന്ന പെർസെപ്ഷൻസ്, അവബോധങ്ങൾ വളരെ ഡിസ്റ്റോർട്ടഡ് വേയിലായിരിക്കും, മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഒട്ടും തന്നെ സാമാന്യ ചിന്താഗതിക്ക് നിരക്കാനാവാത്തതും സാമാന്യ ചിന്താഗതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായിട്ടുള്ള ആയിരിക്കും ഇത്തരത്തിലുള്ള അവബോധങ്ങളെന്ന് പറയുന്നത്. പിന്നെ കഠിനമായ ആത്മപരിശോധന നടത്തുന്നവർ, എപ്പോഴും ഒരു സെൽഫ് എക്സാമിനിങ്ങിൽ നിൽക്കുന്നവർ. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂർ സമയത്തിൽ നമുക്കിങ്ങനെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുവാനുള്ള സമയമൊന്നും നമുക്കുണ്ടാവില്ല. കാരണം ധാരാളം റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നിരവധി റെസ്പോൺസിബിലിറ്റികളിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പോലും എന്തെല്ലാം തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയിൽ കൂടെ ആയിരിക്കും കടന്നു പോകാനായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ആത്മപരിശോധന എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ട് ചെയ്യുവാൻ സാധിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത് തന്നെയാണ്. ദിവസവും നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ ആത്മപരിശോധനയൊക്കെ ഒന്ന് നടത്തി അതിനെ ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ ഇത്തരം വ്യക്തികളിൽ നമുക്ക് കാണുന്നത് വളരെ കഠിനമായ രീതിക്ക്, വളരെ ആഴത്തിൽ അവർ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. വളരെ കാര്യമായ അളവിൽ തന്നെ ആത്മവിശ്വാസക്കുറവുള്ളവരാണിവർ.
തങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെയധികം മോശപ്പെട്ട ആത്മവിശ്വാസത്തിലേക്കായിരിക്കും ഇവർ നിൽക്കുന്നത്. പിന്നെ കുട്ടിക്കാലത്ത് ഇവർക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ, കുട്ടിക്കാലത്തിലോ കൗമാരപ്രായത്തിലോ ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ ട്രോമയായിരിക്കാം. ആ ട്രോമ എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലാകാം, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ട്രോമാസിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പിന്നെ ചില കണ്ടീഷനിങ്ങുകളും ഉണ്ടാകാം. ചില കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചില കണ്ടീഷൻസിൻ്റെ പുറത്താണ് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ കണ്ടീഷൻസ് നമ്മൾ വേരൂന്നിയതായിരിക്കും. അപ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് ആരോഗ്യകരമായ ലെവലിലുള്ള കണ്ടീഷൻസ് ആയിരിക്കണമെന്നില്ല. ഈ കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുത്തത് ചിലപ്പോൾ അവരുടെ തന്നെ മാതാപിതാക്കളായിരിക്കാം, അവർ വളർന്നു വന്ന ചുറ്റുപാടുകളായിരിക്കാം, അവർ സ്വയം ആർജിച്ചെടുത്ത് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഈ പറഞ്ഞ കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ചില അവരുടെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറക്കക്കുറവ്, സ്ഥിരമായ ഒരു തലവേദന, ഭയങ്കര ക്ലൗഡഡായിട്ട് നിൽക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, എപ്പോഴും ഒരു ക്ലൗഡഡ്നെസ്, എനിക്കൊന്നിനും ഒരു ക്ലിയർ ഇല്ല, വ്യക്തതയില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഫോഗി ആയിട്ട് നിൽക്കുന്നു, ഒരു വേഗമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പരാതി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. തലവേദന, തലക്കറക്കം, നമ്മൾ ഒന്നും ചെയ്യാനുള്ള ഒരു അറ്റൻഷൻ സ്പാൻ, മിനിമം ഒരു അറ്റൻഷൻ സ്പാൻ പിടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അറ്റൻഷൻ നമുക്ക് തുടർന്നു കൊണ്ട് പോയെങ്കിൽ മാത്രമേ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. എത്ര അറ്റൻഷൻ സ്പാൻ നമ്മൾ കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നാം. ഒരു ജോലിയും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നതായിട്ട് വരും. എപ്പോഴും അവർക്ക് ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കൂടെ അവർ പറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ സാധാരണഗതിയിലുള്ള നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ടോ നിങ്ങളുടെ സഹായങ്ങൾ കൊണ്ടോ ഇത് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മനഃശാസ്ത്ര വിശകലനത്തിലേക്ക് ഇതിനെ വിടുക തന്നെ ചെയ്യണം. അങ്ങനെ വിടുന്ന പക്ഷം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഓവർ തിങ്കിങ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവരിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങൾ ഒഴികെ ഇനിയും കാരണങ്ങളുണ്ട്. ബ്രെയിനിനുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളായിരിക്കാം, ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കാരണം സംഭവിക്കാം. അങ്ങനെ ആങ്സൈറ്റിയും ഡിപ്രഷനും വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഇവർക്ക് ഈ പറയുന്ന രീതിക്കുള്ള ഓവർ തിങ്കിങ്ങിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചും വരാനുള്ള സാധ്യതയുണ്ട്. വളരെ വികലമായ ജീവിത വ്യതിയാനങ്ങളിലൂടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നതും കാഴ്ചപ്പാടുകളെന്ന് പറയുന്നതും ഈ പറഞ്ഞ ട്രോമ എന്ന് പറയുന്നതും ഈ പറഞ്ഞ കണ്ടീഷനിങ്ങും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവർ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും പോകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ആൾക്കാർ നമ്മുടെ കരുത്ത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശകലനത്തിനൊക്കെ എത്തിച്ചേരുന്ന സമയത്ത് ഇവരുടെ തിങ്കിങ് പാറ്റേൺ ആയിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ തിങ്കിങ് പാറ്റേണിൽ നിന്നാണ് ഇവർ പലതരത്തിലുള്ള ഫീൽ കാണിക്കുന്നത്. ദേഷ്യം, നേരത്തെ പറഞ്ഞ പോലെ ഉറക്കമില്ലായ്മ, അസ്വസ്ഥത, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇറിറ്റബിലിറ്റി, ചിലപ്പോൾ ചിലർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തുമായിരിക്കും കാണുന്നത്. വളരെയധികം ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുന്ന രീതിക്കുള്ള ശാരീരിക ചലനങ്ങൾ അവർ നമ്മുടെ മുന്നിലേക്ക് കാണിക്കാം. ബോഡി ലാംഗ്വേജ് വളരെ മോശമായിരിക്കും, ഇരിക്കുന്ന സ്റ്റൈൽ, പോസ്ചർ വളരെ മോശമായിരിക്കാം, നിൽക്കുന്നത് വളരെ മോശമായിരിക്കും. ചിലപ്പോൾ ഷിവറിങ് ഉണ്ടാകും, അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തത്തിലൊരു ഷിവറിങ് ഇവർ കാണിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇവർ ഏത് മാനസിക അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ആകാം, ഒരു ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന മറ്റേതെങ്കിലും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുടെയും കാരണങ്ങളായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഫിയർ എന്ന് പറയുന്നതും സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നതുമൊക്കെ നമ്മൾ ഉപരിതലത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളാണ്. അതിലും താഴേക്ക് ഒരു മനഃശാസ്ത്രജ്ഞ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ എന്തായിരിക്കും ചെയ്യുക, അതിലും താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തുന്നത് അതിഗുരുതരമായ ചില മാനസിക പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ അതികഠിനമായ വ്യക്തിത്വ വൈകല്യങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ കടന്നു പോകുന്നത്. സാധാരണഗതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ ഓവർ തിങ്കിങ് ഒക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിനെ നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് സാധിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും
ഇത് നിയന്ത്രണ വിധേയമാകുന്നില്ല എങ്കിൽ ഈ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിന് ഉചിതമായ ചികിത്സകൾ നൽകിക്കൊണ്ട് അതിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ പറഞ്ഞ വിശകലനങ്ങൾക്ക് സാധിക്കും. അത്തരം ചികിത്സകളൊക്കെ ചിലപ്പോൾ വളരെ കാലം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സകളായിട്ട് തന്നെ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം ഒരു ആൾക്കാരെ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇത്തരം ഒരു മാനസിക വിശകലനത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്തെല്ലാം ഇതിനെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, ഏതൊക്കെ രീതിക്ക് നമുക്കിതിനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചും അതിനും അപ്പുറത്തേക്ക് വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളോ വ്യക്തിത്വ വൈകല്യങ്ങളോ ഒക്കെ നമുക്കിതിനകത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞതിനെക്കുറിച്ചുമൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാം. എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും വളരെ വളരെ സ്നേഹം നിറഞ്ഞ വളരെ സന്തോഷത്തോടു കൂടിയുള്ള നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തുക, കാണുക. മാക്സിമം ഇത് ഷെയർ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുക. നന്ദി, നമസ്കാരം.